നമ്മൾ പോവുകയാണ്. അതെ, എങ്ങോട്ട്? എന്തിനാ പോണേ? വെറുതെ. സത്യം പറഞ്ഞാൽ എന്തിനാ പോണെന്ന് ഞങ്ങൾക്കും അറിയൂല കേട്ടോ. മഗ്‌രിബ് കഴിഞ്ഞപ്പോൾ മുതൽ കുട്ടികൾ സ്വൈര്യം കെടുത്താൻ തുടങ്ങിയതാണ്. നമുക്ക് എങ്ങോട്ടേലും പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓലെ പ്ലാനിൽ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകാമെന്നായിരുന്നു. സത്യത്തിൽ ഫുഡിന് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കണതാണല്ലോ. പിന്നെ അമ്മാൻ്റെ വക ആട്ടും. പിന്നെ ഞാനീ വെച്ച ചോറൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കുക എന്നുള്ളത് അവിടെ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ എങ്ങടേലും പോവാന്നുള്ളത് ഒരു പിന്നെയും വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇല്ലൂനും ഫുഡ് കൊടുത്തു, കുട്ടികൾക്കും ഫുഡ് കൊടുത്തു. ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 9 മണിയല്ല 9:30 ആവാറായിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ എങ്ങടാ പോവാന്ന് ആലോചിച്ചപ്പോൾ എന്നാൽ സ്മാർട്ട് ബസാറിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വെറുതെ ഒന്ന് കയറി ഇറങ്ങി പോരാന്ന് വെച്ചു. പിന്നെ അവർക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിസ്സ എന്നാൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിരുന്നു. പോകുമ്പോൾ ചീസും ഒക്കെ വാങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് ആ ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ ആകെ മൈൻഡിലുള്ളത്. അപ്പോൾ ഞങ്ങൾ കയറി കുറച്ച് നേരം വെറുതെ ഇങ്ങനെ നടന്നു. കാരണം പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലല്ലോ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ചീസൊക്കെ തപ്പിയെടുത്തു. ഇല്ലുവിനെ പിന്നെ ഇഷമോള് എടുത്തേക്കായിരുന്നു കേട്ടോ. ഇറക്കി വിട്ടാൽ ഞാൻ തന്നെ ഉള്ള പിന്നാലെ ഓടണ്ടേ എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ അവളെ നിലത്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മളവിടെ റെഡി ടു കുക്കായിട്ടുള്ള പിസ്സ കണ്ടു കേട്ടോ. അതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അതിൽ 2 ടൈപ്പ് പിസ്സ എടുത്തു. പിന്നെ അല്ലേ ഉണ്ണിക്കതായി പാത്രങ്ങൾ കണ്ടാൽ ഒരു പ്രാന്താണ് കേട്ടോ. എത്ര പാത്രം ഉണ്ടെങ്കിലും എവിടെ കണ്ടാലും അവൾ അയിമെന്ന് തൊട്ട് തലോടി പോരും. പിന്നെന്താ, പിന്നെ കുട്ടികളങ്ങനെ മുട്ടായി വാങ്ങുമല്ലോ, സ്വാഭാവികം. അപ്പോൾ അവർക്ക് വേണ്ട മുട്ടായിയൊക്കെ ഓരോ പെറുക്കി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിത് അതുപോലത്തെ ഒരു കുപ്പി വാങ്ങണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ഉണ്ണിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കേടൊന്ന് പോയി. അപ്പോൾ ഒന്ന് വാങ്ങണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അതൊരു 3 സെറ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളത് വേണ്ടാന്ന് വെച്ച് വേറെ എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ച് പോകുന്നു കേട്ടോ. സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു. ബില്ലിങ്ങിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബില്ല് ചെയ്ത് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം 10 മണി 10:15 ആയിട്ടുണ്ട് കേട്ടോ. ക്ലോസിങ് ആവാറായിട്ടുണ്ട്. അപ്പോൾ വണ്ടി വന്ന് കയറിയപ്പോൾ പിന്നെ ഇല്ലൂന് മിഠായി അപ്പം തന്നെ പൊട്ടിച്ച് കഴിക്കണം. വണ്ടിയിലാവുകൊണ്ട് ഡ്രസ്സ് കൂടെ മൊത്തമാക്കും, വണ്ടിയിൽ കൂടെ ആക്കും. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും പൊട്ടിക്കാൻ കോരല്ല. മാത്രമല്ല പിന്നെ വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ളവർ കഴിക്കണ കാണുമ്പോൾ ഓൾക്ക് ആവശ്യം വരും കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് പൊട്ടിച്ച് കൊടുത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ കുന്തിപ്പുഴ പോയിട്ട് എണ്ണ അടിച്ച് അവിടെ നേരെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് ഞാൻ ഇല്ലൂന് ലാക്ടോജനും വാങ്ങി. പിന്നെ വീട്ടിലെത്തി മിഠായിയൊക്കെ കഴിച്ച് അങ്ങനെ കടന്നു.